നാഥനെ പാടിടും ഞാൻ നന്ദിയോടെ. സ്നേഹിച്ചിടും ജീവനാളുകളെല്ലാം സേവിച്ചിടും സർവശക്തനെ. സ്നേഹിച്ചിടും ജീവനാളുകളെല്ലാം സേവിച്ചിടും സർവശക്തനെ. ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാത സമയം ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് ഈ വചനത്തിലൂടെ കാണാൻ കഴിയുന്നത്. ദൈവം പലപ്പോഴും വലിയ ശബ്ദത്തിൽ മാത്രമല്ല സംസാരിക്കുന്നത്, നിശബ്ദമായി ഹൃദയത്തിന്റെ വാതിൽ വന്ന് മുട്ടിയും ദൈവം സംസാരിക്കും. ചിലപ്പോൾ ദൈവം വചനത്തിലൂടെ സംസാരിക്കും, ചിലപ്പോൾ ദൈവം പ്രാർത്ഥനയിലൂടെ സംസാരിക്കും, ചിലപ്പോൾ ദൈവം നമ്മുടെ രാത്രിയിലെ കണ്ണുനീരിലൂടെ സംസാരിക്കും. യേശു എന്നും മനുഷ്യരുടെ ഹൃദയത്തിന്റെ അടുത്ത് വന്ന് നിപ്പുണ്ട്. പ്രിയ ദൈവപൈതലേ, ഈ ലോകത്തിൽ നമ്മൾ പലവിധമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാൻ നമ്മൾ തുനിയാത്തൊരു ശബ്ദമുണ്ടെങ്കിൽ അത് യേശുവിന്റെ ശബ്ദമായിരിക്കും. നമ്മൾ ഭയത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്, നിരാശയുടെ ശബ്ദം കേൾക്കാറുണ്ട്, പരാതികളുടെ ശബ്ദം കേൾക്കാറുണ്ട്, പാപത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്, ലോകത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ശബ്ദങ്ങൾക്കിടയിലും ദൈവത്തിന്റെ ശബ്ദം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. ഇവിടെ പറയുന്നത് വാതിൽ തുറക്കൂ. ദൈവം ചോദിക്കുകയാണ്, വാതിൽ തുറക്കൂ. യേശു വാതിൽ തകർത്തകത്ത് വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ദൈവം യേശു വന്നിട്ട് വാതിലിൽ വന്ന് മുട്ടുകയാണ്. അവൻ ആ വാതിൽക്കൽ വന്ന് കാത്തിരിക്കുകയാണ്, എന്നിട്ട് നമ്മളെ വിളിക്കുകയാണ്. കാരണം എന്താണ്? അവൻ നമ്മളെ അധികമായി സ്നേഹിക്കുന്നു. ഇന്ന് പലരുടെയും ഹൃദയങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരുപക്ഷെ ഈ അടഞ്ഞു കിടക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിലെ പഴയ മുറിവുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നിരാശകൾ കൊണ്ടായിരിക്കാം, പാപത്തിന്റെ ഭാരങ്ങൾ കൊണ്ടാകാം, ലോകത്തിന്റെ തിരക്കുകൾ കൊണ്ടൊക്കെ ഈ ഹൃദയത്തിന്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷേ ഇന്ന് യേശു പറയുന്നത്, എന്നെ അകത്ത് കടക്കാനൊന്ന് അനുവദിക്കും. നാം പലപ്പോഴും ദൈവത്തെ കാണുന്നത് വളരെ ദൂരത്ത് നിന്നെയാണ്. പക്ഷെ വചനം പറയുന്നത് എന്താണ്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ, ദൈവം വാതിൽക്കൽ വന്ന് മുട്ടുന്നു പറയുമ്പോൾ ദൈവം അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവൻ വളരെ അടുത്താണ്. നമ്മുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്, നമ്മുടെ ഈ ദൈനംദിനമുള്ള പോരാട്ടം അവൻ കാണുന്നുണ്ട്, നമ്മളുടെ നിശബ്ദമായ പ്രാർത്ഥന അവൻ അറിയുന്നുണ്ട്. ഇന്ന് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് മുട്ടുന്നുണ്ടായിരിക്കാം. ഇന്ന് ഈ പ്രഭാത സമയം ദൈവജനം കേൾക്കുന്ന ദൈവപൈതലേ, നാം ഇപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് ഈ പ്രഭാത സമയം ഒന്ന് തിരികെ വരും. ഒന്ന് യേശുവിന്റെ കൂടെ ഒന്ന് നടക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? ആ സ്നേഹം എത്ര വലിയ സ്നേഹമാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞവരല്ലേ? കരുണയുടെ സമയം ഇപ്പോഴും ഇനിയും ബാക്കിയുണ്ട്. ഈ വാതിൽ ഇനി അടഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ആ ഒരു കരുണ നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കരുണയുടെ അല്ലെങ്കിൽ ഈ ഒരു കൃപയുടെ ഈ വാതിൽ അടയാൻ അധികം താമസമില്ല. ഇതൊരിക്കൽ അടയപ്പെടും, ആ വാതിൽ അടയ്ക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് തന്നെയാണ് യഥാർത്ഥ സമയം, മടങ്ങി വരാനുള്ള സമയം, യേശുവിനെ സ്നേഹിക്കാനുള്ള സമയം, യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കാനുള്ള സമയം, പ്രാർത്ഥിക്കാനുള്ള സമയം, മാനസാന്തരപ്പെടാനുള്ള സമയം, യേശുവിനോട് അടുത്ത് വരാനുള്ള സമയം. പ്രിയ ദൈവപൈതലേ, ഈ ലോകമെന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. അതിന്റെ പുറകെ ഓടി അധ്വാനിച്ച് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ ലോകത്തിന്റെ ഈ താൽക്കാലികത മനസ്സിലാക്കി യേശുവിന്റെ സ്നേഹം നിത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര ദൂരെയായാലും അവൻ ഇന്നും നിങ്ങളെ വിളിക്കുന്നുണ്ട്. ആരെങ്കിലും വാതിൽ തുറന്നാൽ, അതാണ് വചനം പറയുന്നത്, ആരെങ്കിലും വാതിൽ തുറന്നാൽ അവരോട് കൂടെ അത്താഴം കഴിക്കാൻ ഇന്ന് നമ്മുടെ യേശു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയം തളർന്നു പോകാതെ, മനസ്സ് ക്ഷീണിച്ചു പോകാതെ, ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക, തയ്യാറാകുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുന്ന ഹൃദയങ്ങളെ ഒന്ന് തരണമേ. അടഞ്ഞ ഹൃദയത്തിന്റെ വാതിലുകളെ ഇനി പ്രഭാത സമയം ഒന്ന് തുറന്നു തരണം. നിന്നോടുകൂടി നടക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.